ഇന്ന് നമ്മൾ കേക്ക് കൊടുക്കാൻ പോകുന്നത് കാട്ടിലൂടെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, എന്നിട്ടും ഞാൻ നല്ല ത്രില്ലിലാട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് കേക്ക് കൊടുക്കാൻ പോകുന്നത് ചിറ്റാറാണ്. ചിറ്റാറ് നമുക്ക് രണ്ട് വഴി കൂടെ പോകാം. ഒന്നീ ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ പോകാം, പിന്നൊന്ന് വടശ്ശേരിക്കര വഴി പോകാം കേട്ടോ. ഞാൻ ചിറ്റാറ് നേരത്തെയും പോയിട്ടുണ്ട്, പക്ഷെ അത് വടശ്ശേരിക്കര വഴിയുള്ള റൂട്ടായിരുന്നു കേട്ടോ. തണ്ണിത്തോട് ചിറ്റാറ് റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും നല്ലൊരു വൈബായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ആകെ ടയേർഡായിരുന്നു. രാവിലെ തൊട്ടേ ഈ ഒരു കേക്കിൻ്റെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളും, കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമുക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനാണ് ഞാൻ പോയത്. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഒട്ടും വയ്യായിരുന്നു, ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു റൂട്ട് പോയപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ കാട്ടിലൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു വൈബ് ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ടെങ്കിലും ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് ഈ റൂട്ടെന്ന് പറയുന്നത് ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സൈഡാണ്, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിന് ഒരു ബൊക്കെയൊക്കെ വാങ്ങിക്കണമായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ചേട്ടന്മാരും പറഞ്ഞു, അയ്യോ അവിടെ അങ്ങോട്ടാണോ പോകുന്നത്, ഒത്തിരി ലേറ്റ് ആയല്ലോ, അവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചൊന്ന് ആളി. എങ്കിലും നമുക്കിത് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ചെന്നപ്പോഴത്തേന് നല്ല മഴ അങ്ങ് തുടങ്ങി കേട്ടോ. പിന്നത്തെ കാര്യമൊന്നും പറയണ്ട. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എവിടാ വീട് പത്തനംതിട്ടയിലാകും കോന്നിയില എന്ന് പറയുമ്പോൾ, ആ പട്ടിക്കാട്ടിലാണോ നിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ പണ്ട്. അപ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ അത് ആലോചിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞത് റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പം ഇത്രയും ഉള്ളിലൊന്നും അല്ല ഞങ്ങളുടെ വീട്. കാട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചങ്ങോട്ട് കാടാണ്. എങ്കിലും അവിടെയൊക്കെ മനുഷ്യർ താമസിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടി പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ അടവി എത്തും കേട്ടോ. അടവി എക്കോ ടൂറിസം. അപ്പം അവിടുന്ന് കുറച്ചുകൂടി പോകണം. അവിടെ ജസ്റ്റ് അടവി പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, നമ്മൾ കേക്ക് കൊടുക്കാനുള്ളൊരു ഇതിലായതുകൊണ്ട് കേക്കങ്ങ് പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. മഴക്കൂളും ഒക്കെ ഉണ്ടായിരുന്നു. മഴ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇരുട്ടുന്നതിന് മുമ്പേ ഇത് കൊണ്ട് എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ മുന്നിലെ ടാസ്ക് കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ നല്ല പേടിച്ചായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മരയം പുലിയില്ലേ, ആ പുലിയെ കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ കൊടുത്തിട്ട് ചത്താൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഈ ആഗ്രഹം പറയുന്ന സമയത്ത് കേൾക്കുന്നവർ പറയാതെ നിൻ്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന്. അപ്പം എങ്കിലും ടെൻഷനുണ്ട് കേട്ടോ. ഇങ്ങനെ ഓട്ടോയിലല്ലേ പോകുന്നത്, അതുകൊണ്ട് നല്ല ടെൻഷനുണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ നമ്മൾ കേക്കും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബ് യാത്രയായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാനത് മറക്കത്തില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയാണ് കേട്ടോ ടാസ്ക്. അതായത് ഈ ഒരു മല, നമ്മളൊരു മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയും. അപ്പോൾ ആ ഒരു മല കയറി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലേ ചിറ്റാറ് എത്തത്തുള്ളൂ. അപ്പോൾ അതായിരുന്നു ടാസ്ക്. ഇതാണ്ട് ഈ ഒരു മലയാണ് നമ്മൾ കയറിയത്. ചുറ്റും രണ്ട് സൈഡും ഫുള്ള് കാടാണ് കേട്ടോ. ഭാഗ്യത്തിന് ആ പോകുന്ന വഴിക്ക് വണ്ടിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേനാണ് കേട്ടോ മഴ പെയ്ത് തുടങ്ങിയത്. ഇവിടെ അങ്ങോട്ട് എത്താറായപ്പോഴത്തേക്ക് ഷിർന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പെയ്തായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജൊക്കെ തീരാറായെന്നല്ല, എൻ്റെ ഫോൺ ചത്തു. ഇപ്പം രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പം എനിക്ക് ഫോണൊന്നും ചാർജ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓട്ടോയുടെ സൈഡിലെ ടാർപ്പയെല്ലാം വലിച്ചിട്ടു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കസ്റ്റമറിന് കേക്കെല്ലാം നമ്മൾ ഡെലിവറി ചെയ്തു. കേക്ക് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനും ഇച്ചിരി നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്നേരവും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ച് കയറി കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.